ഞാൻ നിന്റെ ഭാര്യയല്ല എന്ന് ക്യൂ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. പിന്നെ നീ ക്രിസിന്റെ ഭാര്യയാണോ എന്നവൻ ചോദിക്കുന്നതും അവൾ അവന്റെ മുഖത്തായിരിക്കുവാണ്. ഞാൻ ഒരിക്കലും നിന്നെ പോലെ മോശം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നവൾ പറയുമ്പോൾ പീറ്റ് അവളെ പൊക്കിയെടുക്കുന്നുണ്ട്. ക്യൂ അവളെ താഴെ ഇറക്കാൻ പറയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കുന്നില്ല. എന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അവൻ അവളെ എടുത്തോണ്ട് പോയി ബെഡിൽ കൊണ്ടുവന്നിടുവാണ്. ഈ ഒരു സമയത്ത് നീ എൻ്റെ കൂടെയാണ് ഉണ്ടായിരിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ കൂടെയല്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ക്യൂ അവനോട് പറയുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്താൻ നോക്ക്. എനിക്കിപ്പോൾ നിന്നോട് വെറുപ്പല്ലാതെ മറ്റൊന്നുമില്ല എന്നവൾ പറയുന്നതും പീറ്റിന് വിഷയമാകുന്നുണ്ട്. നിനക്കൊരിക്കലും എന്നെ വെറുക്കാൻ കഴിയില്ല, കാരണം നിനക്കെന്നെ അത്രയും ഇഷ്ടമാണെന്നവൻ പറയുന്നുണ്ടെങ്കിലും ആ ഇഷ്ടമെല്ലാം ഇല്ലാതായി എന്നാണ് ക്യൂ അവനോട് പറയുന്നത്. അത് ഇല്ലാതാക്കിയത് നീ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് നിന്നോടുള്ളത് വെറുപ്പ് മാത്രമാണ്. നീയും അത് തന്നെയല്ലേ ആഗ്രഹിച്ചത് എന്നവൾ ദേഷ്യപ്പെടുമ്പോൾ എന്നെ വെറുത്താലും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നവൻ പറയുന്നുണ്ടെങ്കിലും നീ മരിച്ചാൽ പോലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ല, അത്രയും വെറുപ്പാണ് എനിക്ക് നിന്നെ എന്ന് പറഞ്ഞ് അവനെ തള്ളിമാറ്റി ക്യൂ പോകാൻ നിൽക്കുന്നതും പീറ്റ് അവളെ കെട്ടിപ്പിടിക്കുവാണ്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞത്, എന്നെ വിട് എന്നൊക്കെ ക്യൂ പറയുന്നുണ്ടെങ്കിലും പീറ്റ് അവളെ വിടാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് അവൻ സങ്കടപ്പെട്ട് അവളെ നോക്കി നിൽക്കുമ്പോഴാണ് ചായയുടെ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത്. അത് കേൾക്കുന്നതും അവൻ അപ്പോൾ തന്നെ ക്യൂവിനെ അവിടെ വിട്ട് ചായയുടെ അടുത്തേക്ക് പോകുവാണ്. വന്നു നോക്കുമ്പോൾ ചായ ബോധം കിട്ട് നിലത്ത് കിടക്കുവാകും. പീറ്റ് അപ്പോൾ തന്നെ അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ കണ്ണ് തുറക്കുന്നില്ല. ശബ്ദം കേട്ട് ക്യൂ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും ചേർന്ന് ചായയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ്. പീറ്റ് ചായയുടെ കൂടെ തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ ക്യൂവിന് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അത് കാണാൻ കഴിയാതെ അവൾ വേഗം അവിടെ നിന്ന് പോകുവാണ്. വിവരമറിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഗാഥ ചായയെ കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം റെസ്റ്റ് എടുത്താൽ മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നാണ് പീറ്റ് അവനോട് പറയുന്നത്. നീ എന്താ ഇത്ര രാവിലെ തന്നെ വന്നത്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ടെന്ന് ഗാഥ പറയുന്നതും പീറ്റ് ഒന്നും മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് കെന്നി പറഞ്ഞതിനെ കുറിച്ചെല്ലാം അവൻ പീറ്റിനോട് പറയുന്നതും പിന്നെ ക്രിസ് എന്തിനാണ് നുണ പറഞ്ഞതെന്നാണ് അവൻ ഗാഥയോട് തിരിച്ചു ചോദിക്കുന്നത്. എന്നാൽ എന്തിനാണെന്ന് അവനും അറിയില്ല. സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒന്നുകൂടി ആലോചിച്ചു നോക്കുമ്പോഴാണ് പീറ്റിന് കാര്യം മനസ്സിലാകുന്നത്. ചേട്ടൻ കഫേ അടിച്ചു തകർത്തു എന്നൊക്കെ അവൻ കള്ളം പറഞ്ഞത് എങ്ങനെയെങ്കിലും കമ്പനിയിൽ കയറിക്കൂടാനാണ്. ഞാനാണ് 10 മില്യന്റെ തിരിമറി നടത്തിയത് എന്ന് അച്ഛനോട് പറഞ്ഞതും അതിനുള്ള എവിഡൻസ് കണ്ടെത്തിയതുമെല്ലാം അവൻ തന്നെയാണ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൻ മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പീറ്റ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് വെറുതെ എങ്ങനെ പറയാൻ കഴിയില്ലല്ലോ എന്നാണ് ഗാഥ അവനോട് പറയുന്നത്. അവൻ നമ്മുടെ ഫ്രണ്ടാണ്, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നവൻ പറയുമ്പോൾ എന്നെ തകർക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം ചെയ്തു കാണുതെന്ന് നിനക്ക് വിശ്വസിക്കാൻ വയ്യ. പക്ഷെ കമ്പനിയിൽ നിന്ന് 10 മില്യൺ തട്ടിയെടുത്തത് ഞാനാണെന്ന കാര്യത്തിൽ നീ ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ. നീ ശരിക്കും എന്റെ ഫ്രണ്ട് തന്നെയാണോ എന്ന് പീറ്റ് അവനോട് ദേഷ്യപ്പെടുവാണ്. നിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിസിന്റെ കാര്യത്തിലാണെങ്കിലും എവിഡൻസ് ഇല്ലാതെ ഞാനൊന്നും വിശ്വസിക്കില്ല. അതേ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പീറ്റ് പറയുന്നത്. ഞാൻ പോകാൻ തന്നെയാണ് വന്നത്, പക്ഷെ ഒരു കാര്യം നീ മറക്കേണ്ട, നിന്റെ ഈ ദേഷ്യം കാരണം അവസാനം നിന്റെ കൂടെ ആരും ഉണ്ടാകില്ല എന്നവൻ പറയുന്നതും എനിക്ക് ആരുടെയും ആവശ്യമില്ല എന്നാണ് പീറ്റ് അവനോട് ഇതിന്റെ മറുപടി പറയുന്നത്. അപ്പോഴേക്കും ചായ കണ്ണു തുറക്കുന്നുണ്ട്. ഇത് കാണുന്നതും നിന്നെ കാണാനാണ് ഞാൻ വന്നത്, നിനക്ക് കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗാഥ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം കമ്പനിയിൽ തട്ടിപ്പ് നടത്തിയത് പീറ്റാണെന്ന ന്യൂസും ക്രിസ് റിപ്പോർട്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊരു ന്യൂസ് പുറത്തു വന്നാൽ അത് കമ്പനിയെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി തന്നെയാണ് അവൻ ആ ന്യൂസ് പുറത്തുവിട്ടത്. കമ്പനിയിലെ തിരിമറിയുടെ കാര്യം അപ്പോഴേക്കും ബോർഡ് മെമ്പേഴ്സും അറിയുന്നുണ്ട്. പീറ്റിനെ പെട്ടെന്ന് തന്നെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ തീരുമാനം ക്യൂവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നതേയുള്ളൂ, ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പീറ്റിന്റെ ഭാര്യ ആയതുകൊണ്ട് ക്യൂവിനും ഇതിൽ പങ്കില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് സത്യം പുറത്തു വരുന്നത് വരെ അവളെയും സസ്പെൻഡ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ക്യൂവിന് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് ക്രിസ് അവരോട് പറയുന്നുണ്ടെങ്കിലും അവരാരും തന്നെ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. മറ്റു നിവർത്തിയില്ലാതെ പീറ്റിനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യം എല്ലാവരെയും അറിയിക്കാൻ അച്ഛൻ അസിസ്റ്റന്റിനോട് പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ ക്യൂവിന് വിഷമമാകുന്നുണ്ടെങ്കിലും ക്രിസിന് സന്തോഷമാകുവാണ്. ക്യൂ ദേഷ്യത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ അവനും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പീറ്റിന്റെ അടുത്തേക്കാണെന്നാണ് അവൾ പറയുന്നത്. അവൻ കാരണം അച്ഛൻ ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല. അവന്റെ പ്രതികാരം എന്തായാലും കംപ്ലീറ്റ് ആയില്ലേ. എന്നെ വേദനിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അച്ഛനെ വേദനിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇതിലും കൂടുതലൊന്നും അവനിന് ചെയ്യാനില്ല എന്നവൾ പറയുമ്പോൾ നിനക്കൊരിക്കലും അവനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്നാണ് ക്രിസ് അവളോട് പറയുന്നത്. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് നീ ഇനിയും വേദനിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ,
നിന്നെ സഹായിക്കാൻ ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നിന്റെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കൈ എടുത്തു മാറ്റുവാണ്. പക്ഷേ ഇത് എനിക്കും പീറ്റിനും ഇടയിലുള്ള കാര്യമാണ്, അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നതും ഞാൻ തന്നെ ആയിരിക്കുമെന്നാണ് ക്യു അവനോട് ഇതിന് മറുപടി പറയുന്നത്. പീറ്റ് ചായയോട് ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ടെങ്കിലും വേണ്ട എന്നാണ് അവൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പീറ്റിന് ദേഷ്യം വരുവാണ്. നീ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെയാണ് നീ ഇങ്ങനെ തലകറങ്ങി വീഴുന്നത് എന്നവൻ ദേഷ്യപ്പെടുമ്പോൾ, നീ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറെ മുമ്പ് തന്നെ എനിക്ക് സുഖമില്ലാത്തതായി ഞാൻ അഭിനയിക്കുമായിരുന്നു എന്നവൾ പറയുമ്പോൾ പീറ്റ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് ചായ ഒരു കാര്യം ആലോചിക്കുന്നത്. അതായത് പീറ്റ് ക്യൂവിനോട് സംസാരിക്കുന്നത് സ്റ്റെയർ കേസിൽ നിന്ന് ചായ കണ്ടിട്ടുണ്ടാകും. അവൻ അവളെ എടുത്തോണ്ട് പോകുന്നത് കാണുമ്പോൾ ചായക്ക് അതൊട്ടും സഹിക്കുന്നില്ല. അവൾ ആ ദേഷ്യത്തിൽ റൂമിലുള്ള ഫ്ലവർ വേസ് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുവാണ്. ആ ശബ്ദമാണ് പീറ്റ് കേട്ടിട്ടുണ്ടാകുക. എന്നിട്ട് നിലത്തിരുന്ന് പൊട്ടി കരയുവാണ്. കരഞ്ഞ് കരഞ്ഞ് അവശയായി ചായ നിലത്ത് വീഴുന്നുണ്ട്. അങ്ങനെയാണ് പീറ്റ് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ക്രിസിൻ്റെ കാര്യത്തിൽ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം എന്നാണ് പീറ്റ് അവളോട് പറയുന്നത്. നീ എന്തിനാ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത്? നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാനുണ്ടല്ലോ കൂടെ എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും അവളോട് റെസ്റ്റ് എടുക്കാനാണ് പീറ്റ് പറയുന്നത്. നീ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, പക്ഷെ പുറത്തു നിന്നുമുള്ള ഒരാളായിട്ടാണ് നീ എന്നെ കാണുന്നത് എന്നവൾ ദേഷ്യപ്പെടുമ്പോൾ പീറ്റിനെ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് പേടിയുണ്ട്. നിനക്കിപ്പോൾ സുഖമില്ലാത്തതാണ്, വെറുതെ ഈ സ്ട്രെസ്സും കൂടി നീ അനുഭവിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ചായ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് ക്യു അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ പീറ്റ് നേരെ കമ്പനിയിലേക്ക് പോകുവാണ്. അപ്പോഴാണ് സ്റ്റാഫുകളെല്ലാവരും നോട്ടീസ് ബോർഡിന് മുന്നിൽ കൂട്ടും കൂടി നിൽക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ അവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ള ഓർഡർ ആയിരിക്കും അതിലുണ്ടാകുക. അത് വായിക്കുന്നതും പീറ്റിന് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. അവൻ അപ്പോൾ തന്നെ ആ പേപ്പർ ചുരുട്ടി കൂട്ടുവാണ്. നീ ആ ചുരുട്ടി കൂട്ടിയത് കമ്പനിയുടെ പ്രോപ്പർട്ടിയാണെന്ന് ആരോ പറയുന്നത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ക്യൂ ആയിരിക്കും. ഇത് കാണിച്ചു തരാനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയതെന്ന് പീറ്റ് അവളോട് ദേഷ്യപ്പെടുമ്പോൾ അതേ എന്നാണ് ക്യൂ പറയുന്നത്. ഞാനല്ലാതെ ചെയ്തതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നീ പറയുന്നതല്ലേ, പക്ഷേ എവിഡൻസ് എല്ലാം നിനക്കെതിരാണെന്നാണ് ക്യൂ അവനോട് പറയുന്നത്. ഇത് കേൾക്കുന്നതും പീറ്റിന് സങ്കടമാകുന്നുണ്ട്. ഞാനല്ലാതെ ചെയ്തത്, എന്നിട്ടും നീ എന്താ എന്നെ വിശ്വസിക്കാത്തത് എന്ന് പീറ്റ് ചോദിക്കുമ്പോൾ ക്യൂ ഒന്നും മിണ്ടുന്നില്ല. അത് കാണുന്നതും പീറ്റ് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ, നീ കാരണം അച്ഛൻ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നിനക്കറിയാമോ? ഞാനും അച്ഛനും വേണ്ടതിലും അധികം അനുഭവിച്ചു കഴിഞ്ഞു. നമ്മൾ പരസ്പരം ഇത്രയും വെറുക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് അവൾ പറയുമ്പോൾ പീറ്റ് സങ്കടത്തിൽ അവൾ തിരിഞ്ഞു നോക്കുവാണ്. ക്യൂ അവളുടെ വെഡിങ് റിംഗ് ഊരി അവന് നേരം നീട്ടുന്നുണ്ടെങ്കിലും ഡിവോഴ്സ് തരില്ല എന്നാണ് പീറ്റ് അപ്പോഴും പറയുന്നത്. നിനക്ക് ക്രിസിനെ കല്യാണം കഴിക്കാൻ ധൃതി കൂടിയോ എന്നവൻ ചോദിക്കുമ്പോൾ എൻ്റെ ഈ തീരുമാനത്തിന് ആരുമായും ബന്ധമില്ല എന്ന് പറഞ്ഞ് അവൾ ആ റിംഗ് പീറ്റിന്റെ കയ്യിൽ കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. ക്രിസിന്റെ കൂടെ നിനക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. നിന്നെ അങ്ങനെയെന്ന് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ഞാൻ തരില്ല എന്നവൻ പറയുന്നത് കേൾക്കുന്നതും ക്യൂ ദേഷ്യത്തിൽ ആ റിംഗ് അവരുടെ ദേഹത്തേക്ക് എറിഞ്ഞ് ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാനല്ലാതെ നമ്മളിനി കാണില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുവാണ്. പീറ്റാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. തന്റെ ഓഫീസിലെത്തുന്നതും ക്യൂ പൊട്ടി കരയുവാണ്. ഈ സമയത്ത് പീറ്റിന്റെ അടുത്തേക്ക് വരുന്ന ക്രിസ് നിലത്ത് വീണ റിംഗ് എടുക്കുന്നുണ്ട്. ഈ റിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, ഇതിപ്പോൾ ആർക്കും വേണ്ടല്ലോ എന്നവൻ കളിയാക്കുമ്പോൾ പീറ്റ് ദേഷ്യത്തിൽ അത് ക്രിസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുവാണ്. കണ്ടിട്ട് ഇനി ഇത് ക്യൂവിന് വേണ്ട എന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇതെങ്ങനെ അവളുടെ കയ്യിൽ തിരിച്ചിടണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ അതിൽ ഇടപെടേണ്ട എന്ന് പീറ്റ് അവനോട് ദേഷ്യപ്പെടുമ്പോൾ, ശരിക്കും നിന്നെ കൊണ്ട് അതിന് കഴിയുമോ എന്നാണ് ക്രിസ് അവനോട് തിരിച്ചു ചോദിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാമെന്നവൻ വീണ്ടും കളിയാക്കുമ്പോൾ ക്യൂവിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാനാണ് പീറ്റ് അവനോട് പറയുന്നത്. അതെന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നില്ല എന്ന് പറയുമ്പോൾ പീറ്റ് അവന്റെ കോളറിൽ കയറി പീഡിക്കുവാണ്. എന്നെ ഡിവോഴ്സ് ചെയ്യാൻ ക്യൂവിനോട് പറഞ്ഞത് നീയല്ല എന്നവൻ ദേഷ്യപ്പെടുമ്പോൾ, നിനക്ക് തോന്നുന്നത് പോലെ കരുതിക്കോ എന്ന് ക്രിസ് പറയുന്നത് കേൾക്കുന്നതും പീറ്റിന്റെ ദേഷ്യം ഒന്നുകൂടി കൂടുന്നുണ്ടെങ്കിലും ക്രിസ് അവന്റെ കൈ തട്ടി മാറ്റുവാണ്. ക്യൂ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ മാത്രമാണ്, അല്ലാതെ ഞാനല്ല എന്ന് പറയുമ്പോൾ, നീ എന്തോ ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ഞാനൊരിക്കലും അത് അനുവദിക്കാൻ പോകുന്നില്ല എന്നവൻ ദേഷ്യപ്പെടുമ്പോൾ, നീ ഒരുപാട് ചിന്തിച്ചു കൂട്ടേണ്ട, ആദ്യം ഒന്ന് ശാന്തനാക്കാൻ നോക്ക്. നീ ചെയ്ത് കൂട്ടിയതിൻ്റെ എല്ലാം അനന്തരഫലം നീ തന്നെ അനുഭവിക്കണം, അല്ലാതെ അത് മറ്റുള്ളവരുടെ തലയിലേക്കിട്ട് ഓടി ഒളിക്കുകയല്ല ചെയ്യേണ്ടത്. കൂടുതൽ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ അത് മറ്റൊരിക്കലാകാം. ഇപ്പോൾ എനിക്ക് ക്യൂവിനെ സമാധാനിപ്പിക്കാനുണ്ട്. അവൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ട സമയമാണിത്. ഞാനെന്നാൽ അവളുടെ അടുത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് ക്രിസ് അവിടെ നിന്ന് പോകുവാണ്. ക്യൂവിനോടുള്ള ദേഷ്യത്തിൽ പീറ്റ് ആ റിംഗ് എടുത്ത് എറിയാൻ നിൽക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല.
അവൻ ആ റിങ്ങും നോക്കി സങ്കടപ്പെട്ട് ഇരിക്കുവാണ്. ഇതേ സമയം ചായക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഡോക്ടർ കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളോട് അതിനു വേണ്ട ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ പറയുവാണ്. ഇത് കേൾക്കുന്നതും പീറ്റിനോട് ഈ കാര്യം പറയാൻ വേണ്ടി അവൾ അവന് കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ആ കോള് അറ്റൻഡ് ചെയ്യാത്തത് കാണുമ്പോൾ അവൾ അപ്പോൾ തന്നെ ക്രിസിന് ഫോൺ ചെയ്ത് പീറ്റ് എവിടെയാണെന്ന് ചോദിക്കുവാണ്. അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് കരുതി നീ എന്തിനാ എനിക്ക് കോൾ ചെയ്യുന്നതെന്ന് ക്രിസ് ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങൾ ഒരേ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്, നീ അവനെ കണ്ടോ, അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ, ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാകില്ല, നമുക്കൊന്ന് നേരിട്ട് കാണാമെന്ന് അവൻ പറയുമ്പോൾ ദേഷ്യത്തോടെയാണെങ്കിലും കാണാമെന്ന് ചായം സമ്മതിക്കുവാണ്. തിരികെ ബെഡിലേക്ക് കിടക്കുന്നതും അവൾക്ക് വീണ്ടും തല ചുറ്റുന്നത് പോലെ തോന്നുന്നുണ്ട്. ക്യൂ നേരെ പായുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് കർച്ചീഫൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ തന്നെ നിന്നോട്ടെ, വീട്ടിലേക്ക് പോയാൽ വീണ്ടും അവനെ കാണേണ്ടി വരും, എനിക്കതിന് വയ്യ എന്നവൾ സങ്കടപ്പെടുമ്പോൾ ക്യൂവിനെ അവിടെ നിൽക്കാൻ സമ്മതിക്കുവാണ്. എന്നിട്ട് അവനാണിത് ചെയ്തതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ അവനാണിത് ശരിക്കും ചെയ്തിരിക്കുന്നതെങ്കിൽ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല, ഇങ്ങനെ വേദനിച്ച് എനിക്ക് മടുത്തു, ഇനി എനിക്കാകെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം അവനെ അവന്റെ വഴിക്ക് വിടുക എന്നതാണ് എന്ന് പറഞ്ഞ് ക്യൂ കരയുന്നതും അവളെ ആശ്വസിപ്പിക്കുവാണ്. അവിടെ നിന്ന് മാറിയാൽ പറഞ്ഞതുപോലെ തന്നെ ചായയെ കാണാൻ ക്രിസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കണ്ടിട്ട് പീറ്റ് നിന്നെ നല്ലതുപോലെ നോക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ, നിനക്കെന്താ ഒരു ടെൻഷൻ ഉള്ളത് പോലെ, കല്യാണം കഴിഞ്ഞ ഒരുത്തന്റെ കാമുകയായി ഇരിക്കുന്നത് കൊണ്ടാണോ എന്നവൻ ചോദിക്കുമ്പോൾ, എന്നെ കുറിച്ച് മോശമായി സംസാരിക്കാനാണോ നീ വന്നതെന്ന് ചോദിച്ച് ചായ അവനോട് ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് പീറ്റ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി എന്നവൻ പറയുന്നതും പീറ്റ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, അവനൊരു മോശം വ്യക്തിയൊന്നുമല്ല എന്നവൾ പറയുന്നത് കേൾക്കുന്നതും ക്രിസിന് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണല്ലോ എന്നവൻ പറയുമ്പോൾ, എന്നോട് ഓരോന്ന് പറഞ്ഞ് തർക്കിക്കാനാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ തിരിച്ചു പോകാൻ നോക്കി എന്ന് പറഞ്ഞ് ചായ അവനോട് ദേഷ്യപ്പെടുവാണ്. സത്യം പറയുമ്പോൾ നീ എന്തിനാ ചൂടാകുന്നത്, പീറ്റ് നല്ലവനായിരുന്നുവെങ്കിൽ അവനെ വളർത്തി വലുതാക്കിയ അച്ഛനെ അവൻ ഒരിക്കലും വേദനിപ്പിക്കില്ലായിരുന്നു, സ്വന്തം അച്ഛനെ വരെ വേദനിപ്പിക്കുന്ന ഒരുത്തൻ നിന്നെയും വേദനിപ്പിക്കില്ല എന്നുള്ളതിൽ എന്താ ഉറപ്പെന്നവൻ ചോദിക്കുന്നുണ്ടെങ്കിലും പീറ്റ് ഒരിക്കലും എന്നെ ചതിക്കില്ല എന്നാണ് ചായ അപ്പോഴും പറയുന്നത്. നിന്റെ ഈ കോൺഫിഡൻസ് അത്രയ്ക്ക് നല്ലതല്ല, സ്നേഹിക്കുന്നവർ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന ചിലപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നവൻ പറയുമ്പോൾ ചായ ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് ക്യൂ പീറ്റിനോട് ഡിവോഴ്സ് ചോദിച്ചിരുന്നു, അവന് നിന്നെ ഇഷ്ടമാണെങ്കിൽ അവൻ വൈകാതെ തന്നെ നിന്നെ പ്രപ്പോസ് ചെയ്യും, അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ നിന്റെ കാര്യത്തിൽ എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, അത് അവന് നിന്നെ ഇഷ്ടമല്ല എന്നാണെന്ന് ക്രിസ് പറയുന്നത് കേൾക്കുന്നതും പീറ്റിന് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചായ അവനോട് വായ്ക്കുണ്ടാക്കുവാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ക്രിസ് അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യം കൊണ്ട് ചായ ഒരു തലയണയെടുത്ത് അവനെ നേരെ എറിയുന്നുണ്ട്. എന്നിട്ട് ക്യൂവിനെ ഡിവോഴ്സ് ചെയ്ത ശേഷം പീറ്റ് എന്നെ കല്യാണം കഴിക്കും, കാരണം അവനെന്നെ അത്രയും ഇഷ്ടമാണെന്നൊക്കെ അവൾ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ക്രിസ് അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുവാണ്. രാത്രി ഒരുപാട് സമയമായിട്ടും പീറ്റ് വീട്ടിൽ പോകാതെ അവിടെ തന്നെ ഇരിക്കുവാണ്. അവസാനം അവൻ ആ റിങ് അവന്റെ മാലയിൽ കോർത്ത് കഴുത്തിൽ ഇടുവാണ്. വീട്ടിലെത്തുന്നതും ക്യൂ ഇന്ന് വീട്ടിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ എവിടേക്കാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ടാങ് അവനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും അവിടേക്ക് വരുന്നുണ്ട്. പീറ്റിനെ മൈൻഡ് ചെയ്യാതെ അച്ഛൻ പോകുന്നത് കാണുമ്പോൾ, നിങ്ങൾ എന്നോട് സംസാരിക്കില്ലേ, മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കാനും മാത്രം നിങ്ങൾ എന്നെ വെറുത്തോ എന്ന് അവൻ അച്ഛനോട് ചോദിക്കുവാണ്. വെറുപ്പ് കൊണ്ടൊന്നുമല്ല നിന്നോടെന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് അച്ഛൻ സങ്കടപ്പെടുമ്പോൾ, എന്നെ കുറ്റപ്പെടുത്താനോ ശകാരിക്കാനോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്തോളൂ എന്നവൻ പറയുന്നതും, എനിക്ക് നിന്നോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ, എന്നോടും ക്യൂവിനോടുമുള്ള നിന്റെ പ്രതികാരമെല്ലാം അവസാനിച്ചോ, അതോ ഇനിയും ബാക്കിയുണ്ടോ, ഇനിയെങ്കിലും നിനക്കിതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ, കാരണം എനിക്കും ക്യൂവിനും ഇതിലും കൂടുതലൊന്നും സഹിക്കാൻ കഴിയില്ല, നീ എന്നെ വേദനിപ്പിച്ചാലും എനിക്കതിൽ കുഴപ്പമില്ല, പക്ഷെ ക്യൂ വേദനിക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, എന്നെ വിശ്വസിക്കാതെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതിൽ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ല എന്നവൻ ദേഷ്യപ്പെടുമ്പോൾ, മറ്റുള്ളവരൊന്നും വിശ്വസിക്കാതെ ഞാൻ മാത്രം നിന്നെ വിശ്വസിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്നിരുന്നാലും എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, നിനക്കത് കാണാൻ കഴിയാത്തതിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു നല്ല അച്ഛനായിരിക്കില്ല ഞാൻ, അതുകൊണ്ടാകും ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്, എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു നിന്റെ അച്ഛനെങ്കിൽ ഒരുപക്ഷെ നീ ഹാപ്പി ആയിരുന്നേനെ എന്നച്ഛൻ പറയുന്നത് കേൾക്കുന്നതും പീറ്റിന് ശരിക്കും വിഷമമാകുന്നുണ്ട്. നിങ്ങളെന്താ ഇങ്ങനെയെല്ലാം പറയുന്നത്, എന്നെ ഇനി നിങ്ങൾക്ക് വേണ്ട എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നവൻ സങ്കടപ്പെടുമ്പോൾ, നിന്റെ യഥാർത്ഥ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിനക്കിതൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നീ ഇനി എന്ത് ചെയ്താലും ഞാൻ നിന്നെ തടയാൻ പോകുന്നില്ല, പക്ഷെ എനിക്ക് നിന്നോട് ഒരു അപേക്ഷയുണ്ട്,
ദയവ് ചെയ്ത് എന്നെയും ക്യൂവിനെയും ഇനിയും നീ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് അച്ഛൻ സങ്കടപ്പെട്ട് മുകളിലേക്ക് പോകുന്നതും പീറ്റ് അവിടെ നിലത്തിരുന്ന് കരയുവാണ്. അടുത്ത ദിവസം ചായയെ നോക്കാൻ വേണ്ടി പീറ്റ് ടാങ്ങിനെയാണ് പറഞ്ഞയക്കുന്നത്. നീ എന്തിനാ വന്നത്, പീറ്റ് എവിടെയെന്ന് ചായ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, രാവിലെ എണീറ്റ് വന്ന് എന്നോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞ് അവൻ എങ്ങോട്ടോ പോയി. ചിലപ്പോൾ ക്യൂവിന്റെ അടുത്തേക്കായിരിക്കും. കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഹസ്ബൻഡും വൈഫും ചേർന്ന് അത് സോൾവ് ചെയ്യുകയാകും. അതുകൊണ്ടാകും പുറത്തു നിന്നുള്ളവരെ നോക്കാൻ സമയമില്ലാത്തത് എന്നവൾ കുത്തി പറയുമ്പോൾ ചായ മുന്നിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിയുവാണ്. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെയെല്ലാം സംസാരിക്കും? ക്യൂവിനെ ഡിവോഴ്സ് ചെയ്ത ശേഷം പീറ്റ് എന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞാൻ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയാകും ആദ്യം അവിടെ നിന്ന് പുറത്താക്കാൻ പോകുന്നത് എന്നവൾ ദേഷ്യപ്പെടുമ്പോൾ നിന്നെ പോലെ ഒരു പിശാചിനെ പീറ്റ് ഒരിക്കലും അവന്റെ ഭാര്യയാക്കാൻ പോകുന്നില്ല. നിനക്കെന്നെ പുറത്താക്കണമെന്നാണെങ്കിൽ പുറത്താക്കിക്കോ. മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ തട്ടിയെടുക്കാൻ നോക്കുന്ന നിന്നെ പോലെയുള്ളവരെ എനിക്കൊട്ടും തന്നെ പേടിയില്ല. ഇനി ഒരു കാര്യം കൂടി കേട്ടോ, പീറ്റിന് നിന്നെ ഇഷ്ടമായിരുന്നുവെങ്കിൽ ഒരുപാട് കാലം മുമ്പേ തന്നെ അവൻ നിന്നെ വിവാഹം ചെയ്തേനെ എന്ന് ടാങ് പറയുന്നതും അവളോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് ചായ പറയുന്നത്. നിന്നെ പോലെ ഒരു ഭ്രാന്തിയുടെ കൂടെ നിൽക്കാൻ എനിക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ടാങ്ങും അവിടെ നിന്ന് പോകുന്നുണ്ട്. പീറ്റ് രാവിലെ തന്നെ ക്യൂവിന്റെ അമ്മയുടെ കല്ലറയിലേക്കാണ് പോകുന്നത്. അവൾ അങ്ങോട്ടേക്കോ മറ്റോ വന്നിട്ടുണ്ടോ എന്ന് അവൻ അവിടെ മൊത്തം നോക്കുവാണ്. ശേഷം പാക്ക് ഫോൺ വിളിച്ച് ക്യൂ നിന്റെ കൂടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അവൾ പറയുന്നത്. ഇനി എനിക്കറിയാമെങ്കിലും ഞാനത് നിന്നോട് പറയാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ എവിടെയാണെന്ന് നിനക്കറിയാം. എവിടെയാണെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും അറിയില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ഫ്രണ്ടിനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ട ഡിവോഴ്സ് നീ എത്രയും പെട്ടെന്ന് തന്നെ ഒപ്പിട്ട് കൊടുക്കാൻ നോക്ക്. അത് കൊടുക്കാതെ അവളെ പാടുപെടുത്താമെന്നാണ് നീ കരുതുന്നതെങ്കിൽ അതെല്ലാം നിനക്ക് വെറുതെ തോന്നുന്നതാണ്. കാരണം അവൾ നീ കരുതുന്നതിലും സ്ട്രോങ് ആണെന്നൊക്കെ പറയുമ്പോൾ എന്നെ വിട്ടു പോകാൻ ഞാൻ ഒരിക്കലും അവളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ആ കോള് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ക്യൂവിന്റെ അമ്മയുടെ കല്ലറയിലേക്ക് നോക്കി എനിക്ക് നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഒരിക്കലും അവളെ വിട്ടുകളയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാണ് പീറ്റ് അവിടെ നിന്ന് പോകുന്നത്. ഇനിയും അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വായിലിരിക്കുന്നത് മുഴുവനും അവന് കേൾക്കേണ്ടി വരും. അവൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്യൂ ഒന്നും മിണ്ടുന്നില്ല. ഇതേ സമയം അച്ഛന്റെ അസിസ്റ്റന്റ് ഗാഥയെ കമ്പനിയിലേക്ക് വിളിപ്പിക്കുവാണ്. ഗാഥ അയാളോടൊപ്പം പോകുന്നത് ക്രിസും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ് പെട്ടെന്ന് ഇങ്ങനെ കമ്പനിയിലേക്ക് വന്നതിൽ അച്ഛനൊരു സംശയം തോന്നിയിട്ടുണ്ടാകും. അവന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കമ്പനിയിൽ നിന്ന് 10 മില്യൺ തട്ടിപ്പ് നടത്തിയതുപോലെ അസിസ്റ്റന്റിനോട് അഭിനയിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെയാണ് പീറ്റിനോട് പ്രതികാരം ചെയ്യാനാണ് ക്രിസ് വന്നിട്ടുള്ളതെന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം അറിയുമ്പോൾ ഗാഥയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അങ്കിളെന്താ ഒന്നും ചെയ്യാതിരിക്കുന്നതെന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുവാണ്. അങ്ങനെ ദേഷ്യത്തിൽ ഒരിക്കലും നമ്മളൊരു തീരുമാനം എടുക്കാൻ പാടില്ല. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ് നശിപ്പിക്കുക എന്ന് വൈകാതെ തന്നെ ക്രിസിന് മനസ്സിലാകും. ചെയ്ത തെറ്റുകളെല്ലാം അവനായിട്ട് തന്നെ ഏറ്റുപറയാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റിൽ അവനൊരു കുറ്റബോധവും തോന്നുന്നില്ല എന്നാണെങ്കിൽ പിന്നെ ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല എന്നാണ് കഥ അയാളോട് പറയുന്നത്. ഇതെല്ലാം പുറത്തുനിന്ന് ക്രിസും കേൾക്കുന്നുണ്ട്. എല്ലാവരും എന്താ പീറ്റിന്റെ സൈഡിൽ മാത്രം നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുവാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുവാണ്.